ഹായ്. നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ലൈഫിനെ കുറിച്ചുള്ള ഒരു പോസിറ്റീവ് തിങ്കാട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്ന, ആർക്കും ബോറൊന്നും അടിക്കുന്നില്ലല്ലോ അല്ലേ? അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലായിട്ട് ഞാനൊരു റോസാ ചെടി നിങ്ങളുടെ മനസ്സിലായിട്ട് കൊണ്ടുവരുക കേട്ടോ. അപ്പം നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പൂവല്ലേ റോസാപ്പൂ എന്ന് പറയുന്നത്. നമ്മളത് ഒരുപാട് ഇഷ്ടത്തോടെ നമ്മളതിനെ നടുന്നത് മുതലുള്ള നമ്മൾ ജീവിതമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഒരു തവണ എനിക്ക് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. അപ്പം നമ്മളൊരു വളരെ ഇഷ്ടത്തോടെ നമ്മളതിനെ മേടിച്ച് നമ്മളതിനെ നമുക്ക് നമ്മുടെ കാണിക്ക് നമ്മളതിനെ നടുവാണ് ചെയ്യണത്. അപ്പം അത് വളർന്നു വരുമ്പം അതിനകത്ത് ഓരോ കൊച്ചു കൊച്ചു മുള്ളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഒരു മുള്ളല്ല അതിന് കൊടുത്തിരിക്കുന്നത്, ദൈവം കൊടുത്തിരിക്കുന്നത്. അത് ഒരുപാട് മുള്ളുകളിലൂടെയാണ് ആ ചെടി വളർന്നു വന്നത്. ശരിയല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ എല്ലാവരും അത്? അതുപോലെ ആ മുള്ളുകളിലൂടെയാണ് അത് മുന്നോട്ട് അത് വളർന്നു വന്ന് എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടുന്ന ഒരു റോസാപ്പൂവായിട്ട് നമുക്ക് അത് കിട്ടുന്നത്. അത് നമ്മൾ നമ്മുടെ ജീവിതമായിട്ട് കണക്റ്റ് വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ വിശ്വാസത്തിൽ വേരൂന്നി വളരുന്ന നമ്മുടെ ജീവിതത്തിലും ക്ലേശങ്ങളുടെയും പ്രയാസങ്ങളുടെയും മുള്ളുകൾ ഒന്നല്ല ഒരുപാട് ദൈവം നൽകിയിട്ടുണ്ട്. ആ വേദനകളിലൂടെയും പ്രയാസങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതവും മുന്നോട്ട് വളർന്നു വരുന്നത്. ഇനി ഈ റോസാ ചെടി നടുന്നത് ആരാ? നമ്മൾ മനുഷ്യരല്ലേ റോസാ ചെടി നടുന്നത്. അപ്പോൾ അതിനെ പരിപാലിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യർ. നമ്മളതിനകത്ത് വേണ്ടത്ര ശ്രദ്ധ കൊടുത്ത് അതിന് വേണ്ടതെല്ലാം ചെയ്ത് കൊടുക്കുമ്പോഴാണ് അത് വളർന്ന് വന്ന് അതിലൊരു ഫ്ലവർ വിരിഞ്ഞു വരുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നത് ആരാ? നമ്മുടെ ദൈവമാണ് നമ്മുടെ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നത്. അപ്പം അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു പരിപാലനയുടെ കരം, അതുപോലെ ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ തലോടൽ എല്ലാം ഏറ്റ് ഈ മുള്ളുകൾ, റോസാപ്പൂവിലുള്ള ഒരുപാട് മുള്ളുകൾ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും വേദനകളുമായിട്ടാണ് ദൈവത്തിൻ്റെ മുൻപാകെ നമ്മുടെ ജീവിതം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരുപാട് പ്രയാസങ്ങളുടെയും ക്ലേശങ്ങളുടെയും മുള്ളുകൾ വിശ്വാസ ജീവിതം നമുക്കുള്ളപ്പോഴും പ്രാർത്ഥനാ ജീവിതം നമുക്കുള്ളപ്പോഴും നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു തിരിച്ചറിവായിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ വളർന്നു വരുന്ന നമ്മുടെ ജീവിതത്തെ ഈ റോസാപ്പൂവ് എന്തിൻ്റെ പ്രതീകമാണ്? സ്നേഹത്തിൻ്റെ പ്രതീകമല്ലേ? അപ്പോൾ ഈ നമ്മുടെ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നത് ആരാ? നമ്മുടെ ദൈവം. അതായത് പ്രാർത്ഥനകളിൽ വേരൂന്നി വിശ്വാസത്തിൽ വേരൂന്നി വളരുന്ന നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും മുന്നോട്ട് വളരുന്ന നമ്മുടെ ജീവിതത്തെ ഹൃദയത്തോട് ഒരു റോസാപ്പൂ പോലെ ചേർത്ത് വെച്ചിരിക്കുന്നത് ആരാണ്? നമ്മുടെ ദൈവം. അപ്പോൾ എത്രയെത്ര ജീവിതങ്ങളെയാണ് ദൈവം എങ്ങനെ ചേർത്ത് വെച്ചതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ജീവിതത്തെ മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ വേദനകളും പ്രയാസങ്ങളുമായിട്ടാണ് ദൈവത്തിന് മുൻപാകെ വളർന്നു വരുന്നത്. അതിനെല്ലാം ആര് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട്? നമ്മുടെ ദൈവം ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു പരിപാലനയുടെ കരം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു സ്നേഹത്തിൻ്റെ തലോടൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് നമ്മുടെ ജീവിതം ദൈവം കാണുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ പൊസിഷൻസ് എവിടെ ചെന്നിരിക്കുന്നു എന്ന് നോക്കിക്കേ. പിന്നെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഏറ്റവും വലിയ പരാതി എന്താ? നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ കഴിയില്ല എന്നുള്ളതാണ് പലരുടെയും പ്രധാന പ്രശ്നങ്ങൾ. അപ്പോൾ അതിനും ദൈവം ഒരു മറുപടി പറയുന്നുണ്ട്.
ഈ ലോകത്ത് ദൈവം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേർക്ക് വേണ്ടി ചെയ്തിട്ടും ലാസ്റ്റ് ദൈവത്തിന് തിരിച്ചു കിട്ടിയതെന്താ? അത് നമ്മൾ അതിൻ്റെ അനുസ്മരണത്തിലൂടെയല്ലേ നമ്മളിപ്പം കടന്നു പോകുന്നത്. ദൈവത്തിൻ്റെ പീഡാനുഭവങ്ങളിലൂടെയും കഷ്ടതകളുടെ ഓർമ്മ പുതുക്കിക്കൊണ്ടല്ലേ നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ കഷ്ടതകളും പീഡകളും ഒക്കെ ദൈവം എന്താ ചെയ്തത്? ദൈവം സ്വീകരിക്കുകയാണ് ചെയ്തത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെയും വേദനകളെയും ഉൾക്കൊണ്ട് ഓരോരോ കൊച്ചു കൊച്ചു ക്ലേശങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിലൂടെ നമ്മുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് മുൻപാകെ ഉയർത്തിക്കൊണ്ട് വരുവാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ദൈവത്തിന് വേണമെങ്കിൽ പറയാമായിരുന്നല്ലോ, ഞാൻ നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചിട്ടും നിങ്ങളെന്താ എനിക്ക് തിരിച്ചു തന്നതെന്ന് ദൈവത്തിന് വേണമെങ്കിൽ ചോദിച്ചായിരുന്നല്ലോ. പക്ഷെ ദൈവം എപ്പോഴെങ്കിലും നമ്മളോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ ചെയ്ത തെറ്റുകൾ ഓർത്ത് വെച്ച് നമ്മളോട് അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാതിരുന്നിട്ടുണ്ടോ? അത് ദൈവത്തിനറിയാം. ദൈവം നമ്മളിൽ നിന്ന് നന്മകളും നമ്മളെന്ത് കൊടുക്കുമ്പോഴും സ്വീകരിക്കുന്ന ഒരു ദൈവമാണ്. അപ്പം നമ്മളുടെ ജീവിതത്തിലെ വേദനകളെയും പ്രയാസങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം നമുക്ക് കുറച്ച് നമ്മളെ അതിജീവിച്ച് മുന്നേറാനായിട്ട് നമുക്ക് കഴിയുമെന്നാണ് ദൈവം പറയണത്. പിന്നെ ഈ വിശ്വാസം നമ്മൾ മുറുകെ പിടിക്കുമ്പോഴും പ്രാർത്ഥന നമ്മൾ മുറുകെ പിടിക്കുമ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോഴും എന്താ, നമുക്ക് ഈ റോസാപ്പൂവിലുള്ളതുപോലെ ഒരുപാട് മുള്ളുകൾ ദൈവം ഇങ്ങനെ തന്ന് നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് ഉയർത്തിക്കൊണ്ട് വരുവാണ് ചെയ്യുന്നത്. ഇനി ഇതിനെല്ലാമുള്ള ഏക പരിഹാരം ഏതാ? നമ്മുടെ ദൈവം ഒന്ന് മാത്രമാണ്. എല്ലാത്തിനുമുള്ള പരിഹാരം എന്ന് പറഞ്ഞത് നമ്മുടെ ദൈവം മാത്രമാണ്. അപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ തന്നിട്ടുണ്ട്, പ്രതിസന്ധികൾ തന്നിട്ടുണ്ട്, എല്ലാ ജീവിതത്തിലും പറഞ്ഞേക്കുന്നത്. അതില്ലാത്തതായിട്ട് ഇന്ന് ഈ ലോകത്ത് ഒരു മനുഷ്യൻ പോലുമില്ല. അപ്പോൾ അതിനെല്ലാം ഒരു മറുപടിയും ദൈവം തന്നിട്ടുണ്ട്. അതായത് ദൈവത്തിൻ്റെ സ്നേഹം അതായത് നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹമാണ് നമ്മളുടെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും എന്താ പറയുക പോംവഴി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വേദനകളും പ്രയാസങ്ങളും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊണ്ട് മുന്നേറാനായിട്ട് കഴിയുമെന്നാണ് ദൈവം പറയുന്നത്. ഇതുപോലുള്ള കൊച്ചു കൊച്ചു ടോപ്പിക്കുകൾ ഓരോ സന്ദർഭങ്ങളിൽ എനിക്ക് തരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ നിങ്ങളത് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി തരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. എന്നെപ്പോലെ ഒരു സാധാ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും മുന്നിലുള്ളപ്പോഴും ഞാനെപ്പോഴും പിടിച്ചു നിൽക്കുന്നത് ഈ ദൈവസ്നേഹത്തിൻ്റെ മുൻപാകെയാണ്. അതായത് എൻ്റെ ദൈവത്തിൻ്റെ കരുതലും എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹവും എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പതറാതെയും പ്രതിസന്ധികൾ തരണം ചെയ്ത് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ദൈവത്തെ പോലെ സ്വീകരിക്കാനും ഉൾക്കൊണ്ട് ജീവിക്കാനും നമുക്കും കഴിയും. അപ്പം നാളെ വേറൊരു തിങ്കുമായിട്ട് വീണ്ടും കാണാം.